ഹലോ ഹായ് നമസ്കാരം. ഇതൊരു പ്ലാൻഡ് വീഡിയോ അല്ല. പ്ലാൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിലീസാവുന്നു, അപ്പം നമ്മൾ ആ സിനിമ കാണും, കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നു എന്ന് പറയുന്ന ഒരു പ്ലാനിങ് പരിപാടി ഉണ്ടല്ലോ. ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ ഈ സിനിമ കാണാനുള്ള ഒരു ചാൻസിലേക്ക് ഞാൻ വന്ന് ലാൻഡായി. സിനിമ കണ്ടു കഴിഞ്ഞപ്പം കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ഞാൻ അന്വേഷിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. എന്താ പറയുക, സിനിമയുടെ പേര് പോലെ തന്നെ ഒരു രൂപാന്തരം എന്നിൽ എവിടെയൊക്കെ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഫീലായിരുന്നു. സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, എന്തോ ഒന്ന് എന്നിൽ സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തു. സിനിമയുടെ ക്ലൈമാക്സിൽ അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഓൾറെഡി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയല്ലേ. പക്ഷേ കേരളത്തിൽ ഈ സിനിമയുടെ റിലീസില്ല. വൈ? മലയാളിയായിട്ടുള്ള സംവിധായകൻ, മലയാളിയായിട്ടുള്ള സംഗീത സംവിധായകൻ ഒക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ആ സിനിമ ഇവിടെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് രൂപാന്തര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ സിനിമ റിലീസായിട്ട്. കന്നഡയാണ് ഭാഷ. എനിക്ക് തോന്നുന്നില്ല മലയാളം ഡബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും എന്നുള്ളത്. കന്നഡയിൽ തന്നെ റിലീസാവുകയാണെങ്കിൽ, ഇവർ കൊച്ചിയിലൊരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒറ്റ ഷോയെ നടത്തിയിട്ടുള്ളൂ. ആ ഷോ ഞാൻ വന്നതും പോയതും അറിഞ്ഞില്ല, എനിക്ക് മിസ്സായിപ്പോയി. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേറെ കുറേ പരിപാടിയുടെയൊക്കെ ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നി ഈ രാജ്വി ഷെട്ടി ഇതിൻ്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ചുറ്റുവട്ടത്തൊന്നും റിലീസില്ലല്ലോ. മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് മംഗലാപുരത്ത് പോയെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ പോകാനുള്ള പ്ലാനൊന്നുമില്ല. എനിക്കിത് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ എന്തായാലും റിലീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതിൻ്റെ സ്ക്രീനർ കാണുന്നു എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ വിമിയോയിൽ കാണാൻ പറ്റും. എനിക്കതിൻ്റെ ലിങ്കും പാസ്വേഡും തന്നു. ആ ലിങ്ക് എന്നോട് ചോദിക്കരുത്, ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. അതങ്ങനെ ചോദിക്കാനും പുള്ളിക്ക് അതെനിക്ക് തരാനും തോന്നുന്നതിലെ കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ ഈ സിനിമയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുന്നു എന്നുള്ളതും അതിലെന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുള്ളതും കൊണ്ടുമാണ്. ഒരിക്കലും പ്രതീക്ഷയില്ല പുള്ളി ആ ലിങ്ക് അയച്ചു തരുമെന്ന്. എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഈ ഒരു ഫീലിലാണ്. ദിസ് ഇസ് എ മസ്റ്റ് വാച്ച്. ഇത് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ കേരളത്തിന് പുറത്ത് ഈ സിനിമ റിലീസായിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇങ്ങനെ പറയാം, ഇത് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്സ് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു അപ്പൂപ്പനുണ്ട്, പുള്ളിയുടെ കുറച്ച് ഡയലോഗുകൾ, കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്കത് വലിയ ചലനമൊന്നും എന്നിൽ ഉണ്ടാക്കുന്നത് പോലെ തോന്നിയില്ല. അത് കഴിഞ്ഞ് പതുക്കെ ഇദ്ദേഹം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ 4 കഥകൾ പറയാൻ നിർബന്ധിതനാവുന്നു. ആ 4 കഥയിൽ ബോറടിക്കുകയാണെങ്കിൽ അയാൾ അപ്പം തന്നെ തട്ടിക്കളയും. അങ്ങനെയാണ് ഇദ്ദേഹം ഈ 4 കഥകൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ 4 കഥകളും വണ്ടർഫുള്ളി, വളരെ നാച്ചുറലായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്ന, നമ്മുടെയൊക്കെ ഇമോഷനെ വളരെയധികം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഗംഭീരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 4 കഥകൾ തുടങ്ങിയപ്പോൾ അതിലൊരു കഥ ഏകദേശം അതിൻ്റെ എൻഡ് പോയിന്റ് എന്താണെന്നുള്ളത് കാണിക്കും. അതിനുശേഷം അടുത്തതിലേക്ക് പോകുന്നു. ഇതിൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ടൈം ലൈൻ മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത്, സിനിമയുടെ ഒരു 80% ആവുന്നവരെ ഞാൻ വിചാരിച്ചത്, ഈ കഥകളിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥ എന്ന് പറയുന്നത് ഇതിലെ കൃഷിക്കാരൻ്റെ കഥയാണ്. കാരണം അത് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പളുങ്ക് പോലത്തെ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ. 2 പേര്, അവർക്ക് ഒരുപാട് ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ദാമ്പത്യം സുന്ദരമായി പോകുന്നു. അവർക്ക് ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഒരു യാത്ര പറച്ചിൽ മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, ആ സീക്വൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ നെഞ്ച് പറയുന്നത് പോലെ അങ്ങനെയാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാൻ പറയുന്നത് ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുന്നത് വരെ അതിങ്ങനെ കണ്ട് നല്ല രസമായിട്ട് പോകുമായിരുന്നു. പക്ഷേ പാരലലി പോകുന്ന മറ്റൊരു കഥയിൽ വേറൊരു ചേഞ്ച് സംഭവിച്ചു. നമ്മുടെ ഇതുവരെയുള്ള പല പൊതുധാരണകളെയും വെറുതെ കീറിക്കളയുന്ന ഒരു ചോദ്യമുണ്ട്. ഇതെങ്ങനെ പറയാതിരിക്കുന്നത്, ഇതിലെ പോലീസുകാർ സിസ്റ്റത്തിനെ, അതിൻ്റെ എല്ലാ വൃത്തികേടുകളെയും ആക്ഷേപിച്ച് പോകുമ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈക്കുള്ള സാധ്യത സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അവിടുന്ന് അടുത്തൊരു കഥയിലേക്ക് പോകുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് IFFKയിൽ പോയ സമയത്താണ് ഒരു സിനിമ കണ്ടത്. സിനിമയുടെ പേര് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതിനകത്ത് ഒരു കുഞ്ഞിൻ്റെ മരണവും ഒരു കുഞ്ഞിൻ്റെ ജനനവും, ഇത് രണ്ടും വളരെ ഗംഭീരമായിട്ട് ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണത്തിന് ഇപ്പോൾ സംഭവിക്കുന്ന ജനനമായിട്ട് കണക്ട് ചെയ്തിട്ട് ഗംഭീരമായിട്ട് അവർ പറയുന്നുണ്ട്. അത് ഒരുമിച്ചാണ് നമ്മൾ കാണുന്നത്. ഒരു പോയിന്റിൽ നിന്ന് കഥ തുടങ്ങി ബാക്കോട്ട് പോയിട്ട് മരണം സംഭവിക്കുന്നു, ഫ്രണ്ടിലേക്ക് പോയിട്ട് ഈ ജനനം സംഭവിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ഒരേ മൊമെൻറ്റിലാണ് കാണുന്നത്. അത് ഒരേ സമയം പെയിൻഫുള്ളും ഒരേ സമയം ബ്യൂട്ടിഫുള്ളും എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് അങ്ങനത്തെ ഒരു സാധനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. തൻ്റെ പാപത്തിൽ നിന്ന് പൊക്കിൽക്കൊടി അറക്കാൻ പറ്റാതെ പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്ന എങ്ങനെ അത് വേർഡ്സാക്കി മാറ്റാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര പോയറ്റിക് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു ചില ഷോട്ടുകൾ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. മ്യൂസിക് ഗംഭീര മ്യൂസിക്കാണ്. എന്നുവെച്ചാൽ ഇതിലത്തെ ഏറ്റവും ഇമോഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസുകളിലേക്ക് വരുമ്പോൾ അതവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രീതി വിഷ്വലി
അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ മ്യൂസിക് കൂടി ചേരുമ്പോൾ ഡയലോഗ്സ് ഗംഭീര ഡയലോഗുകളാണ്. കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു പോലീസുകാരൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നൊരു ഡയലോഗ് അവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം ഇരുന്ന് ആലോചിക്കാനുള്ള അത്ര എലമെൻ്റ് അതിനകത്ത് ഉണ്ടെന്ന് തോന്നി. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഈ പ്യൂപ്പയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഒരുപാട് സംഭവങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഒരുപാട് അന്തരാർത്ഥങ്ങളുള്ള രീതിയിൽ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു പോകുന്ന മ്യൂസിക്കിൽ നിന്ന് നമ്മൾ തുടങ്ങിയത്. ഗംഭീര മ്യൂസിക്, ഗംഭീര ഡയലോഗ്സ്, അടിപൊളി പെർഫോമൻസുകളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇതിൽ കാണുന്ന പല ആളുകളെയും ഇതിനു മുമ്പ് ഞാൻ പല കന്നഡ സിനിമകളിലും കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇവിടെയും വളരെ ഗംഭീരമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ ഒരു 80% വരെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് കർഷകൻ്റെ കഥയാണെന്നാണ്. പക്ഷെ അത് കഴിയുമ്പോൾ അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറുന്നു. അടുത്തൊരു സിനിമയുടെ കഥയുടെ ഒരു കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. ഏറ്റവും അവസാനം ഈ 4 കഥകളും കഴിയുമ്പോൾ ഇതിലെല്ലാം എൻ്റെ ആത്മാംശങ്ങൾ അവിടെ ഇവിടെയായിട്ടുണ്ടായിരുന്നു. എനിക്കും ബട്ടർഫ്ലൈ ആയി മാറാനുള്ള രൂപാന്തരത്തിനുള്ള ഒരു മൊമെൻ്റ് എവിടെയോ ഉണ്ട്. ഇതിൽ ദുഃഖകരമായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ അവർ നിലനിർത്തിയിട്ടുണ്ട്. സിനിമ കഴിയുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടാവും. എവിടെയോ എനിക്ക് ഒരു ബട്ടർഫ്ലൈ മൊമെൻ്റ് എനിക്കുണ്ട് എന്ന് പറയുന്നൊരു ഫീല് എനിക്ക് തോന്നുന്നു എന്നെ എവിടേക്കോ ഹീൽ ചെയ്തു സിനിമ എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എങ്ങനെയോ ചുമ്മാ ഒരു മെസ്സേജ് അയച്ച് നോക്കി, അതിന് റെസ്പോൺസ് വന്നു, സിനിമ കണ്ടു കഴിയുമ്പോൾ ഐ ഫീൽ സോ ഗുഡ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് ഫീൽ ചെയ്യുന്നു. മുഴുവൻ കണ്ടു തീരുമ്പോൾ ഇത് ആദ്യം മുതൽ ഒന്നുകൂടി കാണുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും കൂടി കണ്ടെത്താൻ പറ്റുമായിരുന്നല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ഇന്നർ ലെയേഴ്സ് ഉള്ള കാര്യങ്ങളെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന എക്സാമ്പിളിലൂടെ ആളുകൾ പറഞ്ഞു തരിക എന്ന് പറയില്ലേ, വളരെ ഗംഭീരമായിട്ടുള്ളൊരു കഥ പറച്ചിൽ ഈ സിനിമയിൽ ആ പുപ്പൻ ചെയ്ത അതേ പരിപാടി തന്നെ ഇതിൻ്റെ സംവിധായകൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മിഥിലേഷ് എടവലത്താണ് ഇതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. രാജ്ബി ഷെട്ടി അതിനോടൊപ്പം ഡയലോഗ്സും എക്സ്റ്റെൻഡഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രവീൺ ശ്രിയാൻ്റെ ക്യാമറയാണ്. മിഥുൻ മുകുന്ദൻ്റെ സംഗീതമാണ്. ഇറ്റ്സ് വണ്ടർഫുൾ. ഇത് മലയാളത്തിലേക്ക് എങ്ങാനും ആരെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിന് ഇവിടെയൊക്കെ റിലീസ് ആവുകയാണെങ്കിൽ, മലയാളം ഡബ് ചെയ്ത് വരികയാണെങ്കിൽ, എനിക്കറിയില്ല മലയാളത്തിന് എങ്ങനെയാണ് ഇപ്പം ഞാൻ ആ കണ്ടു തീർത്ത സിനിമയുടെ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാരണം ഡയലോഗുകൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ലിപ്പും ഡയലോഗും ഒക്കെ സിങ്കായി വരുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിലെ പല സ്റ്റേറ്റ്മെൻറ്റുകൾക്കും മലയാളം ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. സംഭവിച്ചാൽ ഗംഭീരമാണ്, അത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഡൗട്ടുണ്ട്. ഓരോ ഭാഷയ്ക്ക് ഓരോ ഭംഗിയുണ്ടെന്ന് പറയില്ലേ, അതത് ഭാഷയിൽ അതത് സിനിമകൾ കാണുമ്പോഴുള്ള ഒരു സംതൃപ്തിയുണ്ട്. സജസ്റ്റ് ചെയ്യാണ്, ഇതൊരു റിവ്യൂ അല്ല, ഇതൊരു സജഷനാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അടുത്തുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ കാണാനുള്ള അവസരമുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. അങ്ങനെ കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.